യാ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇതേ ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിലുണ്ട്. എൻ്റെ പുറകിൽ കാണുമ്പോൾ മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. 100K എന്ന് കാണും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കുറേ കാലമായിട്ട് ഞങ്ങളെല്ലാവരും കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു വിശേഷം സംഭവിക്കാൻ പോവാണ്. നമ്മുടെ സജീസ് ഇന്നോവേഷൻസ് എന്ന ഈ ചാനൽ 100K, അതായത് 1 lakh സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അതായത് 3-4 ദിവസമായിട്ട് നല്ല ഫാസ്റ്റായിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റായിട്ട് 2-3 വീഡിയോസ് നന്നായിട്ട് ക്ലിക്ക് ആയതുകൊണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പ്രതീക്ഷയിലും വളരെ മുമ്പ് തന്നെ ആവാൻ പോവാണ്. വളരെ മുമ്പ് കഴിഞ്ഞാൽ 4 years ആയി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഫാസ്റ്റായി എന്ന് പറയാം. ഏകദേശം എനിക്കൊണ്ട് ലാസ്റ്റ് 1 മാസം കൊണ്ടൊരു 5000-ലധികം സബ്സ്ക്രൈബേഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് 100Kയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 99,900 ആയപ്പോൾ തന്നെ മക്കൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. കുറേ ബലൂണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 100K കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ക്രൂസ് ഇപ്പോൾ രാത്രിയാണ്. ആക്ച്വലി ഞാൻ ലൈവ് വരണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ലൈവ് വന്നാൽ രാത്രി ആയാലും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങളൊക്കെ കൂടി ചേർന്ന് ഞങ്ങൾ 4 പേരെയും കൂടാതെ ബിച്ചുണ്ട്, കിടക്കുന്നുണ്ട്, പകുതി ഉറക്കത്തിലല്ലായിരുന്നു കേട്ടോ. അവിടെ ബാർബി ഇരിപ്പുണ്ട്, അളിയൻ്റെ പിള്ളേരാണ് 2 പേരും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ ഇത്രയും ദൂരെയാണ് ലാപ്ടോപ്പ് ഇരിക്കുന്നത്. അപ്പം അടുത്ത് കാണിക്കാനുള്ള വിഷമം ഇടയ്ക്കിടെ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു 99,989 99,989 ആയിട്ടുണ്ട്. അതായത് 11 സബ്സ്ക്രൈബേഴ്സും കൂടെ വേണം നമുക്ക് 1 lakh ക്രോസ് ചെയ്യാൻ. അപ്പോൾ എത്ര സമയം കൊണ്ടാവുന്ന ഒരു 10 മിനിറ്റ്, ഇപ്പോഴത്തെ ഇത്രയും ഫാസ്റ്റായിട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നു. ഒരു 10 മിനിറ്റ് കൊണ്ട് ആവും തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്നാണോ 99,991 ആയിട്ടോ. 991 ആയി. ഇനി ഒരു 9 സബ്സ്ക്രൈബേഴ്സും കൂടെ ആവും നമ്മൾ ആ ഒരു ചരിത്ര മുഹൂർത്തം. വലിയൊരു ഡ്രീം, ഏതൊരു യൂട്യൂബറുടെയും ഡ്രീമാണ് ഈ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞൊരു സിൽവർ പ്ലേ ബട്ടണൊക്കെ വാങ്ങുക എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും 99,992 8 സബ്സ്ക്രൈബേഴ്സും കൂടെ വേണം. എന്തായാലും ആ ഒരു ചെറിയ ഗ്യാപ്പിൽ എൻ്റെ യൂട്യൂബ് ജീവിതത്തെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ യൂട്യൂബിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ കോവിഡ് സമയത്ത് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പാഷനാണ് ശരിക്കും കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെ ഒരു പാഷനാണ്. അപ്പോൾ ഞാൻ കുറേ കുക്കിംഗ് പരിപാടികൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു. എൻ്റെ ഗാർഡൻ്റെ ഫോട്ടോസ് ഇടുമായിരുന്നു. അപ്പോൾ ചില ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടാ? ഞാൻ അതുവരെ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ ഗ്രാജുവലി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കി. അപ്പോൾ വളരെ മോശമില്ലാത്ത അക്സെപ്റ്റൻസ് കിട്ടിയത് കാരണം അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വെച്ചു. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഒരു യൂട്യൂബറായിട്ട് മാറിയത്. പക്ഷേ ആദ്യമൊന്നും ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നില്ല. പക്ഷേ ഞാൻ യൂട്യൂബ് ചാനൽ 99,993 കേട്ടോ. 7 സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി, വെയിറ്റ് ചെയ്യാം. അപ്പോൾ തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു 2-3 മാസം കൊണ്ട് തന്നെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്കായി. ഒക്ടോബർ 2 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്ക് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. പിന്നെ കാത്തിരിപ്പ് 5000 മണിക്കൂർ വാച്ച് അവേഴ്സ് വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാത്തിരിക്കലിലായിരുന്നു. പക്ഷേ അതും എനിക്ക് തോന്നുന്നു ഒരു മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് 1000 സബ്സ്ക്രൈബേഴ്സായി, 5000 വാച്ച് അവേഴ്സുമായി. അപ്പോൾ ഞാൻ എലിജിബിളായി, ചാനൽ മോണിറ്റൈസായി, കുറേശ്ശെ ഇൻകം എനിക്കും വന്നു തുടങ്ങി. വളരെ കുറച്ച് ഇൻകം തന്നെയാണ്. പക്ഷേ ഗ്രാജുവലി പിന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ പല ടൈപ്സ് ഓഫ് വീഡിയോസ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. 99,995 ആയിട്ടോ, 995. ഒരു 5 സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. ഞാൻ എന്നോട് സംസാരിച്ചോളാം കേട്ടോ. അപ്പോൾ പല ടൈപ്സ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. കുക്കിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഗാർഡനിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഈ റീസണിൽ ഞാൻ കുറച്ച് ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയേ ആദ്യം ഗാർഡനിങ് ആയിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്ന ഹെൽത്ത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് ചിയാ സീഡ്സിനെ കുറിച്ച് ചെയ്ത വീഡിയോ. അതിനൊരു 3-3.5 ലക്ഷം വ്യൂസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 99,996. ഒരു 4 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പോൾ തന്നെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എന്തായാലും. 99,997. അപ്പോൾ ഞങ്ങളൊരു ചെറിയ സെറ്റപ്പൊക്കെ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി. അതും ഉടനെ തന്നെ ഉണ്ടാവും, വെയിറ്റ് ചെയ്യൂ കേട്ടോ. എന്തായാലും 1 lakh ക്രോസ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു പല ടൈപ്സ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. ആദ്യം എല്ലാവരും ഗാർഡനിങ് വീഡിയോസ് തന്നെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗാർഡനിങ് വീഡിയോസ് നന്നായിട്ട് കണ്ടിട്ട് അതിനൊപ്പം തന്നെ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോസ്. എൻ്റെ ചിയാ സീഡ്സ് ആണ് ഇപ്പോഴും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിലൊരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് പോസിറ്റീവ് കമൻറ്റ്സ് തന്നെ കിട്ടാറുള്ളൂ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു.
പിന്നെ ഗ്രാജുവലി കുറച്ച് നെഗറ്റീവ് നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ അധികവും എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിരിക്കുന്നത് ചില 1-2 വീഡിയോസിന് വേണ്ടി ഞാൻ എൻ്റെ എന്താ പറയുക ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹെയർ ഡേയെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അത് കുറേ നെഗറ്റീവ്സ് ഞാനത് ഒരു സാധനം ചെയ്യുമ്പോൾ ഫോഴ്സ്ഫുള്ളി ആരെയും അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞല്ലോ ചെയ്തത്. പക്ഷെ ഞാനത് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി. ഈ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നിട്ട് മെയിൻ റീസൺ എന്താ വെച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ അത് കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം എന്ന രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്. 99,998 എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ 1 lakh കഴിഞ്ഞാൽ പിച്ചു പറഞ്ഞു കേട്ടോ 1 lakh ആകുമ്പോൾ 99 വെറും 2 സബ്സ്ക്രൈബേഴ്സ് കൂടെ അപ്പോൾ നമുക്ക് 1 lakh നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. ഇനി ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ ഒരു 436ഓളം വീഡിയോസ് ഈ 4 വർഷം കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ ഒരു 19-20ഓളം വീഡിയോസ് 1 lakhന് മേളിലേക്ക് പോയിട്ടോ. ഇനി ഒരു 20ഓളം വീഡിയോസ് തന്നെ 50,000ൻ്റെ മേഖലയിലും വന്നിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഇനിയും എങ്ങും എത്താത്ത കുറേ വീഡിയോസും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ യൂട്യൂബിലേക്ക് വരുന്ന അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമുക്ക് പെട്ടെന്നൊന്നും വലിയൊരു സക്സസ് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. അങ്ങനത്തെ ചാനൽസ് ഉണ്ട്, ഇല്ലെന്നല്ല. നമ്മളെപ്പോലെ സാധാരണക്കാർ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സെലിബ്രിറ്റി ഒന്നുമല്ലല്ലോ. സാധാരണക്കാർ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത്ര പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സൊന്നും വരില്ല. പക്ഷേ 1-2 വീഡിയോസ് ക്ലിക്കായി കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് കയറി വരും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ ഒരു ടെൻഷൻ കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യുമ്പോഴും 20K ആയപ്പോഴും 30K ആയപ്പോഴും 40K 50K അങ്ങനെ പല ആ മൈൽ സ്റ്റോൺസും ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 50K പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു എന്താ പറയുക ഗിഫ്റ്റിൻ്റെ കാര്യം കൂടി അനൗൺസ് ചെയ്തിരുന്നു. നിങ്ങൾ ആലപ്പുഴ ഒരു ഹൗസ് ബോട്ടിൽ വെച്ചായിരുന്നു. 99,999 ഒരു ഒന്നും കൂടി കേട്ടോ നോക്കിയിരുന്നോ. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് അനൗൺസ് ചെയ്തിരുന്നു. ആ ഗിഫ്റ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. അത് 1 lakh സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തതിന് ശേഷം ഞാൻ പറയാം. അപ്പോൾ അതുവരെ ഒന്ന് കാത്തിരിക്കും കേട്ടോ. ഇത് ഇപ്പോൾ എത്താറായി നിൽക്കുകയാണ്. യെസ് 999 ഒരു 5 9s കാണാൻ പറ്റും നമ്മുടെ സ്ക്രീനിൽ. കണ്ടോ? അനങ്ങുന്നില്ലല്ലോ. പെട്ടെന്ന് ചെയ്യും ഒരാളും കൂടെ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 1 lakh ക്രോസ് ചെയ്തിരിക്കുകയാണ്. കണ്ടല്ലോ, വളരെ മനോഹരമായൊരു കാര്യമാണ്. കുറേ കാലമായിട്ട് കാത്തിരുന്ന കാര്യമാണ്. വളരെ സന്തോഷം. കാരണം യൂട്യൂബ് എന്താണ് എന്ന് പോലും അറിയാതെ യൂട്യൂബ് ചാനലിലേക്ക് വന്ന ഞാനാണ്. ഞാൻ 100K അല്ലെങ്കിൽ 1 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്. ഞാൻ പറയാം, ഞാൻ അനൗൺസ് ചെയ്യുന്ന ഗിഫ്റ്റിനെ കുറിച്ച് ആലപ്പി ഹൗസ് ബോട്ടിൽ വെച്ച് ഞാൻ അനൗൺസ് ചെയ്തത്. അതായത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ 50,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തപ്പോഴാണ് ആലപ്പി ഹൗസ് ബോട്ടിൽ ഞങ്ങൾ അങ്ങോട്ട് ഒരു ഗെറ്റ് ടുഗദറൊക്കെ വെച്ചിട്ട് ഒരു സെലിബ്രേഷനൊക്കെ വെച്ചത്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു 1 lakh ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫാമിലിക്ക് ഈ ഹൗസ് ബോട്ടിൽ ഒരു നൈറ്റ് സ്റ്റേക്കുള്ള ഒരു സംഭവം അതായിരിക്കും എൻ്റെ ഗിഫ്റ്റ്. അതിനൊരു സംഭവം, ഒരു കോമ്പറ്റീഷനോ എന്തെങ്കിലും ഒരു സംഭവം വെക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതുവരെയും അതിനെക്കുറിച്ച് ഞാൻ അതിനുശേഷം പിന്നെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുകയോ ആരും അതിൽ പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. നമ്മൾ വളരെ വിഷമത്തിൽ കടന്നുപോയ മാസങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. നമ്മുടെ സെലിബ്രേഷനൊക്കെ വളരെ കുറച്ചിരിക്കുന്ന സമയമാണ്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ ആ ഹൗസ് ബോട്ട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു എമൗണ്ട് ചിലവാകുമല്ലോ. ആ ഒരു എമൗണ്ട് നമ്മുടെ വയനാട് സംഭവിച്ച എല്ലാവർക്കും അറിയാമല്ലോ. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്ന് ഡൊണേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ തൽക്കാലം ആ ഒരു സംഭവം ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പം അങ്ങനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. കാരണം ഞാൻ അത് അനൗൺസ് ചെയ്ത ആ ഒരു വീഡിയോ വളരെ കുറച്ച് പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ആ വീഡിയോ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും അതങ്ങനെ ചെയ്യാനുള്ള പരിപാടിയാണ്. വളരെ പെട്ടെന്നാണ് 1 lakh 2 ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് 1 lakh 500 ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം 2 ദിവസം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. ലൈവ് വരെ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നത് കേട്ടോ. യെസ് 1 lakh 3 ആയി. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാനൊരു ചെറിയ കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. കേക്ക് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. യെസ് SI Vlogs 100K. ഇത് 100K ആവുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്തു. കാരണം ഞാൻ ഉറപ്പായിരുന്നു ഇന്ന് തന്നെ ഇത് എത്തും എന്നുള്ള കാര്യം കേട്ടോ. അതങ്ങടുത്തെ ആഡ് ചെയ്യുന്ന പേപ്പർ അങ്ങടുത്തെ. യെസ്
അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ ആണെങ്കിലും കേക്ക് കഴിക്കുന്നത് ഞങ്ങൾ മാത്രമായിട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഫസ്റ്റ് പീസിന് എലിജിബിൾ എൻ്റെ വൈഫ് തന്നെയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതൽ കട്ട സപ്പോർട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം കേട്ടോ. യെസ്, താങ്ക് യു. എടാ ചെറിയ മുന്നേട്ടോ. ബിച്ചു വന്നടാ, ബാ. ബിച്ചു, ഇത് നമ്മുടെ ബാർബിക്കുട്ടി. അടിച്ചു മാറ്റുന്ന ബാർബി വീട് വാങ്ങുമോ? ബാർബി അത് വാങ്ങുമോ? അവിടെ മൂത്തമ്മൻ ഞാനും കഴിക്കാട്ടോ. എന്തായാലും ഞങ്ങളുടെ ഒരു കുഞ്ഞു സെലിബ്രേഷനാണ്. രാത്രി ഇപ്പോൾ 10 മണി കഴിഞ്ഞു. എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.